يا حبيب سلام عليكم صلوات الله عليكم أشرق البدر علينا فاختفت منه البدور مثل حسنك ما رأينا قط يا. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഇത് മമ്പുറം നേർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് സംബന്ധമായിക്കൊണ്ട് കൊടിയേറ്റ് നടക്കുകയാണ്. അത് കൊണ്ടോട്ടിയിലാണ്. കൊണ്ടോട്ടിയിൽ കൊടിയേറുന്നതിൻ്റെ തൊവാഫാണ് ഇപ്പം നമ്മൾ കണ്ടത്. അതിൽ യാ നബിയൊക്കെ ചൊല്ലിക്കൊണ്ട് അഷ്റക ബൈത്താണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അഷ്റകൽ ബദറു അലൈന പാടിക്കൊണ്ട്. ഇനി നമുക്ക് കാണാനുള്ളത് ചീരിനി വയ്ക്കലാണ്. ഇത് സംബന്ധമായിട്ട് ഒരിടത്ത് നേർച്ച നടക്കുന്നത് തുടങ്ങിക്കഴിഞ്ഞാൽ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒലിക്കൊരു നിക്കപ്പുറത്തി ഉണ്ടാവില്ല. ഇതുപോലെ തവാഫും കൊടിയേറ്റവും ഒക്കെ ഉണ്ടാവും. ചീരിനി കുഴക്കൽ നമുക്കൊന്ന് കാണാം. അത് കഴിഞ്ഞിട്ട് ഇവർ മമ്പുറം സയ്യിദ് അലവി തങ്ങളെക്കുറിച്ച് ഇവർ മനസ്സിലാക്കുന്ന, ഇവർ കൊണ്ടു നടക്കുന്ന വിശ്വാസം എന്താണെന്നുള്ളത് അതും കാണിക്കാം. നമുക്ക് ആ ചീരിനി കുഴക്കൽ ഒന്ന് കാണാം. കണ്ടില്ലേ, ബിസ്ക്കറ്റ്, അവല്, പിന്നെന്താ ഉള്ളത്, കുറേ ബിസ്ക്കറ്റും അവലും ഉണ്ട്. അതിൽ നിന്നൊക്കെ തിരഞ്ഞെടുക്കുന്നൊക്കെ ഉണ്ട്. അവിടെ വന്ന സാധനങ്ങളൊക്കെ കൂട്ടി കുഴച്ചുകൊണ്ട് അവലും ബിസ്ക്കറ്റും തന്നെ മെയിനായിട്ടുള്ളത്. തേങ്ങാപ്പൂളുണ്ട് കേട്ടോ. 1-2 തേങ്ങ വന്നിക്കുന്നത് പൂണ്ട് അതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ശർക്കര ഉണ്ടാവും. ഉണ്ട്, ശർക്കരയുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ചെറുതായിട്ടാവും കാണുന്നത്. അതാ പൊടി കയറണുള്ളൂ. തവാഫ് കഴിഞ്ഞു. ചീരിനി കുഴക്കൽ അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൊടിയാണ്, ആ വെള്ളക്കൊടിയാണ്. സമാധാനം. കപ്പിയിൽ വെള്ളം കോരുന്ന കപ്പിയാണ്. അതിൻ്റെ ഒച്ചയ്ക്കില്ലെങ്കിൽ പൊങ്ങട്ടെ, എങ്ങനെ പൊങ്ങട്ടെ, വിധത്ത് കൂടി പൊങ്ങട്ടെ. അത് ശരി. KSCB-കാരുടെ പോസ്റ്റ്മാൻ, ഇലക്ട്രിസിറ്റിക്കാരുടെ പോസ്റ്റ്മാന് ഇത് ചേർത്ത് കെട്ടിക്കണം. കുഴിക്കണീന് മടിച്ചിട്ടേ. മഴയല്ലേ, സമയം കിട്ടിയിട്ടുണ്ടാവില്ല. ഇനിയിപ്പോൾ എന്താണ്, വീണ്ടും കുഴക്കല്ലേ. അപ്പുറത്ത് തവാഫിൻ്റെ പാട്ട് പാടുന്നുണ്ട്. ബിസ്ക്കറ്റ് മഞ്ഞ കാണുന്ന ചിപ്സ് അല്ലട്ടില്ലേ, അതൊരു 6 നമ്പറാണ്. ആരോടോട്ട് ബിസ്ക്കറ്റ് ഉണ്ട്. പാർലേജി ബിസ്ക്കറ്റാണ് മെയിനായിട്ടുള്ളത് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഇവരിത് കൊണ്ടെത്തിക്കുന്നത് എങ്ങോട്ടാണ്? ഈ മമ്പുറം തങ്ങൾ, സയ്യിദ് അലവി തങ്ങളെക്കുറിച്ച് ഇവർ പറയുന്ന വാദങ്ങൾ എന്താണ്, വിശ്വാസങ്ങൾ എന്താണ്, ഇവർ ഈ ഉമ്മത്തിനെ എങ്ങോട്ടാണ് കൊണ്ടെത്തിക്കുന്നത്? അതാണ് കാണാനുള്ളത്. ആദ്യം അബ്ദുസമദ് അൻവരി എന്ന് പറയുന്ന കുരുവട്ടൂരിയുടെ തള്ളു കേൾക്കാം. തള്ളു കുരുവട്ടൂരിയെ. മമ്പുറം തങ്ങളെ നേർച്ച നടക്കുന്ന സമയമാണിത്. മമ്പുറം തങ്ങളുടെ പ്രധാനപ്പെട്ട മൗലിദ് എഴുതിയവരാണ് സമസ്തയുടെ ആദ്യകാല പ്രസിഡന്റുമാരിൽ ഒരാളായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. ഒരു മിനിറ്റ്, ഞാനൊന്ന് ഇടപെടുന്നുണ്ട്. ഈ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഏതെങ്കിലും കള്ളക്കഥ അല്ലാത്തൊരു സംഭവം എഴുതിയിട്ടുണ്ടോ? മൗലൂദ് മുഴുവൻ കള്ളക്കഥയാണ്, പൊങ്ങച്ചവും കള്ളക്കഥയും. കള്ളക്കഥ അല്ലാത്ത എന്തെങ്കിലും എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ അൻവരിയെ? ഉണ്ടിച്ചെങ്കിൽ അതൊന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കറിയില്ല. കാര്യം എന്താ അറിയോ? പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർക്ക് പണി കള്ളക്കഥ എഴുതൽ മാത്രമായിരുന്നു. പറയുവാക്കിച്ച് ഇനി കള്ളക്കഥയെന്ന് പറയാൻ പോണേ. പാങ്ങിൽ ഉസ്താദ് എഴുതി വെച്ചു മമ്പുറം തങ്ങളെ ചരിത്രം. കാന കുതുബുസ്സമാൻ. ഒരു മിനിറ്റ്, ചരിത്രം എന്നൊന്നും പറയണ്ട, നോണ. അവർ കുതുബുസ്സമാൻ, സമാനിന്റെ കുത്തുബായ അധികാര പദവിയിൽ എത്തിയവരായി. അതല്ല അറബിയിലൊരു ഫാണ്ടല്ലോ, അള്ളാഹു പ്രത്യേകമായ അധികാര പദവിയിൽ എത്തിയ സമയം അവരുടെ വസ്ത്രധാരണത്തിലൊക്കെ മാറ്റം വന്നു. കാന യതഖത്തമു ബിനഹബി ദഹബ്. സ്വർണമോതിരം, അതും അതുപോലൊക്കെ അവർ ധരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദർജയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഹറാമ് ചെയ്യാന്ന് എവിടെയാണ് എഴുതി വെച്ചിട്ടുള്ളത്? എന്തടിസ്ഥാനമാക്കിയിട്ടാണ് ഇത് പറയുന്നത്? എന്തായാലും സയ്യിദ് അലവി തങ്ങൾ എന്ന് പറയുന്ന ആള്, അദ്ദേഹം ഹയാത്ത് കാലത്ത് ഇവരുടെ ഈ പിഴച്ച വിശ്വാസവും സിദ്ധാന്തമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. സ്വർണം ധരിച്ചിരുന്നു എന്ന് ഈ പാങ്ങില നുണയം എഴുതിയതല്ലാത്ത എവിടെയെങ്കിലും ചരിത്രത്തിൽ കാണിക്കാൻ കഴിയുമോ? ഉണ്ടിച്ചെങ്കിൽ, അങ്ങനെ ആർക്കെങ്കിലും അതിനുള്ള ധൈര്യം ഉണ്ടിച്ചെങ്കിൽ കാണിച്ചു തരും. ഇനി പറയാം. പട്ട് ധരിക്കാറുണ്ടായിരുന്നു. ഹറാമുള്ള രണ്ടും ധരിച്ചു. ഒന്ന് സ്വർണം പുരുഷന്മാർക്ക് ഹറാമാണ്. പിന്നെ പട്ട്. അള്ളാന്റെ റസൂല് ഹറാമാണെന്ന് പറഞ്ഞ രണ്ടും ധരിച്ചിട്ടുണ്ട്. എന്താണ് പറയണത്? ഔലിയ പാപ്പയാണെന്നാ പറയണത്. പറഞ്ഞ
നോക്കൂ നിങ്ങൾ, ഇതാരാ എഴുതി വെച്ചത്? ആരാ എഴുതി വെച്ചത്? പാങ്ങിലായ അഹമ്മദ് കുട്ടി. അയക്ക് തന്നെ പണി, നുണ എഴുതി വെക്കുക. ആ പറയാം. സമസ്തന്റെ പ്രസിഡന്റ്. ആ അപ്പൊ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. ആ പറയാം. മമ്പുറം നിങ്ങളുടെ ജീവിതകാലത്ത് അത് അനുഭവിച്ചവരാണ്. ആര്? അഹമ്മദ് കുട്ടിയോ? അഹമ്മദ് കുട്ടി തങ്ങളുടെ കാലത്തൊന്നും ജീവിച്ചതല്ല. ഇത് മമ്പുറം തങ്ങളുടെ കാലത്ത് ജീവിച്ച ആളൊന്നും അല്ല. നുണ അറിയാ? അത് എഴുതി വെക്കാൻ അന്ന് സമസ്തന്റെ പ്രസിഡന്റ് എനിക്ക് പ്രയാസമില്ല. അന്നത് കേട്ട് മനസ്സിലാക്കിയ സമൂഹം അവർക്കും അതിലൊന്നുമില്ല. കാരണം അള്ളാഹുവിന്റെ മശായിഖന്മാരുടെ ജീവിതത്തിൽ അവർക്ക് പ്രത്യേകമായിട്ടുള്ള പല അവസ്ഥകൾ ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാട്ടിലും വലിയൊരു മശായിഖ് അനക്കുണ്ടോ? അല്ല, ഉണ്ടിച്ചെങ്കിൽ അതല്ലേ നമുക്ക് പറഞ്ഞു തരേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർണ്ണം ഉപയോഗിച്ചിട്ടില്ല, അതുപോലെ തന്നെ പട്ടുവസ്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇവർ പറയും അന്ന് അതിനൊന്നുള്ള കഴിവില്ലായിട്ടായിരുന്നു എന്നുള്ളത്. പിന്നെ റസൂലിന് എന്തിനാ നമ്മളെടുത്ത് പറഞ്ഞത് സ്വർണം പുരുഷന്മാർക്ക് ഹറാമാണ്, പട്ടുവസ്ത്രം പുരുഷന്മാർക്ക് ഹറാമാണ് എന്നൊക്കെ പഠിപ്പിച്ചത് എന്തിനെ? റസൂലിൽ അങ്ങനെ പറയാം. എന്നിട്ട് ഇങ്ങക്ക് വേറെ റസൂലുള്ളാൻ്റെ ആ റസൂലുള്ള പറഞ്ഞു തരുന്നതിനേക്കാട്ടിലും അപ്പുറത്തേക്ക് വേറൊരു സംഭവത്തിൽ കൂടി ഇങ്ങക്ക് കിട്ടുക എന്നൊക്കെ പറയും. എന്ത് നോണയാണ് അബ്ദുസമദ് അൻവരി നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഇന്നലെ ഒരു വാക്ക് വിളിച്ചതിന് പല ആളുകളും ചീത്ത പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇനി എന്നെ അങ്ങോട്ട് വിളിപ്പിച്ചല്ലേട്ടില്ലേ? ഉള്ളത് പറഞ്ഞാൽ പോരെ? ഞങ്ങൾക്ക് പറഞ്ഞാ അത് എല്ലാവർക്കും കൂടി ഇട്ട് നടക്കാനുള്ള അനുമതി ഇല്ല എന്നും അവർക്കറിയാം. അതെവിടെയാണ്? അതായത് ചെലോലിക്ക് ഇടാൻ പറ്റൂല എന്നുള്ളത് അങ്ങനെ എവിടെ എഴുതിച്ചിട്ടുള്ളത്? വെറുതെ തള്ളുകയാണേ. ഇനി അത് മാത്രമല്ല, മമ്പുറം തങ്ങളുടെ മൗലീദ് സംബന്ധമായിക്കൊണ്ട് വേറൊരു ഗുരുവട്ടൂരി നൗഷാദ് ഹസനി മൂപ്പരും ഇതേ തള്ളുണ്ട്. കുറച്ച് വെറൈറ്റിയാണ്. നമുക്ക് അതൊന്ന് കേട്ടു നോക്കുക. മമ്പുറം തങ്ങളുടെ മൗലിദാണിത്. മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്നല്ലോ, സെക്രട്ടറി ആയിരുന്നല്ലോ. മഹാനവറുകൾ എഴുതിയ മൗലിദ്. ഇതിന്റെ 15ാമത്തെ പേജിൽ മഹാനായ മമ്പുറം തങ്ങളെ കുറിച്ച് പറയാണ്. മമ്പുറം തങ്ങളെ കുറിച്ച് ഇത് പറഞ്ഞപ്പോ ഒരാൾ പിന്നെ ചോദിച്ചു, ആ ചെറുപ്പത്തിലേറ്റ ധരിച്ചതാവും. ചെറുപ്പത്തിലൊന്നും ധരിക്കൂല, ചെറുപ്പത്തിൽ ധരിച്ചിട്ടുണ്ടാവും കേട്ടോ. വസോറ കുത്തുബുസ്സമാൻ, മമ്പുറം തങ്ങൾ കുത്തുബുസ്സമാനായി. അക്കാലത്തെ ഔസായി فكان يلبس نحو المقصب والحرير من الملابس الفاخرة ويتختم بالذهب ويركب الخيول المرخطة. മൂപ്പരന്നെ അങ്ങോട്ട് ഒപ്പിച്ചിരിക്കുകയാണ്. അല്ലല്ല നൗഷാദെ, ഈ പാങ്ങിലിന് മലയാളികൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഇത് എഴുതിയേക്കുന്നത്. ഇത് കൊണ്ടുപോയിട്ട് സൗദി അറേബ്യയിലൊന്നും അല്ല നിങ്ങൾ വായിക്കണത്. വായിച്ചാൽ അവിടുന്ന് അപ്പ കിട്ടുപറ്റി. ഇനി വേറെ ഏത് അറബ് രാഷ്ട്രത്തിൽ കൊണ്ടുപോയാലും എന്ത് നോണയാണ് ചെങ്ങായിമാരെ നിങ്ങൾ ഈ കുത്തിക്കുറിച്ച് വെച്ചിരിക്കണത്? എടുത്തുകൊണ്ട് ഓടിക്കാണെന്ന് പറയും. എന്നിട്ട് കണ്ടം വഴി നിങ്ങളെ മണ്ടിക്കും. അപ്പോൾ ഈ മലയാളികൾക്ക് വേണ്ടിയിട്ട് മലയാളികളുടെ ഇടയിൽ തന്നെ മുഴുവനായിട്ടില്ലാത്ത ഒരു മുക്കിലുള്ള സമസ്ത കേരളയുടെ സെക്രട്ടറിയോ പ്രസിഡന്റോ എന്തോ ആവട്ടെ, ഇനി ട്രഷററോ അതിൻ്റെ അപ്പുറം ഒരു ആളാ എന്തോ ആവട്ടെ, അങ്ങനെ ഒരാള് എഴുതി വെക്കുന്നത് ഒക്കെ അറബിയില്ല. ഇതെന്തേ? അയാൾക്ക് മലയാളം എഴുതാൻ അറിയില്ല? മലയാളം എഴുതാൻ അറിയില്ലെങ്കിൽ അറിയുന്നതിനെയും കൊണ്ട് എഴുതിച്ചൂടെ അല്ലേ? അല്ല, മൗലൂദ് അറബി തന്നെ പറ്റുള്ളൂ എന്നുണ്ടോ? എന്തായാലും വേണ്ടില്ല. ഈ അറബി പഠിച്ച ആളുകൾ തന്നെ അത് വായിച്ചിങ്ങോട്ട് മുറി കൂട്ടാനും ഇങ്ങോട്ട് എട്ടങ്ങേറായി കൊണ്ടിരിക്കുക. അതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞേച്ച്. എന്നെ കൊണ്ട് ഇങ്ങനെ ഇടക്കിടക്ക് ഇവർ പറയിപ്പിച്ചും ഔസും കൊത്തുബ് സമാനമൊക്കെ അതൊക്കെ ഇങ്ങനെ നുബുവത്ത് കിട്ടുന്ന പോലെ ഇങ്ങനെ ആവല? അതോ പ്രായപൂർത്തിയാകണ പോലെ പ്രായപൂർത്തീകരിക്കുമല്ലോ അങ്ങനെ ആവല? അതോ ഈ പ്രായപൂർത്തിയാകുക അല്ലെങ്കിൽ ഈ ചെറിയ കുട്ടികൾക്ക് താടിയും മീശയൊന്നും ഉണ്ടാവില്ല, ഈ താടിയും മീശയൊക്കെ വരുന്ന പോലെ ഇങ്ങനെ ഔസും കുത്തുമ്പോൾ ഇങ്ങനെ മുളച്ചു വരില്ല? എന്താണ് തള്ളല് അല്ലേ? കേട്ടോ കണി. അതിനുശേഷം അവർ ധരിച്ചു. എന്തിനെ ധരിച്ചു? സ്വർണത്തിന്റെ പ്രത്യേകമായ വസ്ത്രങ്ങൾ. സ്വർണത്തിന്റെ വസ്ത്രങ്ങളോ? ഇതാകപ്പാടെ ഓലിക്കും ചിന്നിക്കുന്നു. എന്താ പറയേണ്ടതെന്നുള്ളത് അറിയാത്തൊരവസ്ഥയേക്കുന്നു തോന്നണു. പട്ടുകൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങൾ മാത്രമല്ല, സ്വർണ്ണ മോതിരം ധരിച്ചു അവർ. മമ്പുറം മൗലിദാത് അറിഞ്ഞാണുണ്ടായിരുന്നോ? അതേപോലെ മോതിരം മാത്രം വള അതേപോലെ മാലയൊക്കെ ഉണ്ടായിരുന്നോ? എല്ലാത്ത ജാതി ഇതാക്കുങ്ങള് പിരിച്ചു വിട്ടു പോകേണ്ടി വരും. ഇനി മടവൂർ ശേഖുനയുടെ ദണ്ടുപ്പാട വെച്ചാൽ എല്ലാം കൂടെ ദിവസം കൂടി നിങ്ങൾക്ക് താങ്ങൂല. അപ്പൊ എന്താ നമ്മൾ ഈ പറയുന്ന അറിയങ്ങള്? ഞങ്ങൾ ഈ പറഞ്ഞു വരുന്ന വിഷയം മമ്പുറം തങ്ങൾ അങ്ങനെ ധരിച്ചു എന്ന് വന്നാൽ അത് അംഗീകരിച്ചു കൊടുത്തേക്കണം. ചോദ്യം ചെയ്യാൻ പോകരുത്. ഞമ്മക്ക് ധരിക്കാൻ പറ്റുമോ? പറ്റില്ല. അല്ല, മമ്പുറം തങ്ങൾക്ക് ധരിക്കാൻ പറ്റുമോ? പറ്റൂല എന്നുള്ളതാണ് ഇസ്ലാമിക വീക്ഷണം. പുണ്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. പിന്നെ ഇതിൽ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ നൗഷാദ് ഹസൻ ഇത് പറയാണ്, ഇത് ആർക്കെങ്കിലും തിരുത്തി പറയാൻ കഴിയുമോ?
തിരുത്തി പറയാൻ കഴിയുമെങ്കിൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്തെന്നറിയോ? സമസ്തയുടെ പ്രസിഡന്റിനെ തള്ളി എന്ന് പറയും. സമസ്തയുടെ പ്രസിഡന്റ് അല്ല, പ്രസിഡന്റ് ആയാലും വേണ്ടില്ല, നുണ എഴുതി വെച്ച് കഴിഞ്ഞാൽ തള്ളും. ഞാനൊക്കെ എന്നോ തള്ളിയേക്കണു. ഇനി എന്തോ ഇത് സംബന്ധിച്ച് പേരോട് പറയണ്ടേ, അതും കൂടി നമുക്കൊന്ന് കേൾക്കുക. അപ്പോഴുള്ളൂ ഇതൊക്കെ നമ്മൾ പലതവണ കാണിച്ചാണ്. പക്ഷേ വീണ്ടും വീണ്ടും ഇത് കാണിക്കേണ്ട അവസ്ഥയാണ്. കാര്യം പുണ്യസമസ്ത, ഈ പുണ്യസമസ്ത എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പുണ്യസമസ്തയുടെ പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ ആയിരുന്ന ആൾക്കാരെ അവസ്ഥയാണ് സഹോദരന്മാരത്. അള്ളാൻ്റെ റസൂലും ഹറാമാക്കിയത് ഓലിക്ക് സൗകര്യം പോലെ ചെയ്തു എന്ന് പച്ച നുണ എഴുതിച്ചിക്കുക. മമ്പറന്തങ്ങൾ അങ്ങനെ ചെയ്യുന്ന ആളല്ല. മമ്പറന്തങ്ങളുടെ ചരിത്രത്തിൽ അങ്ങനെ ഇല്ല. പിന്നെ വെറുതെ നുണ എഴുതി വെച്ചിക്കുക. എന്തിന്? ഓലിക്ക് അങ്ങനെ ഇട്ട് നടക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഇടണമെങ്കിൽ ഇട്ടാൽ പോരെ. നിങ്ങൾ അല്ലല്ലാത്തവരെ വിളിച്ചു കയറുന്നുണ്ടല്ലോ, പിന്നെന്താ നിങ്ങൾക്ക് സ്വർണ്ണിട്ടാൽ? എന്താണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഈ വിഷയത്തിൽ പറഞ്ഞതെന്ന് കേട്ടു നോക്കാം നമുക്ക്. ഇനിയിപ്പോൾ പുരുഷന്മാരെല്ലാവരും കൂടിയിട്ട് ഒരു മാർച്ച്, ഇല്ല ഒരു ധർണ, ഇല്ല ഒരു പിക്കറ്റ്, സ്വർണം അനുവദിക്കുക, പുരുഷന്മാരായ ഞങ്ങൾക്കും സ്വർണം അനുവദിക്കുക എന്ന് പറഞ്ഞ് കഅബ ശരീഫിന്റെ അടുത്ത് പോയിട്ടും ധർണ നടത്തണ്ട, റൗദ ശരീഫിന്റെ അടുത്ത് പോയിട്ടും ധർണ നടത്തണ്ട. അള്ളാഹിന്റെ തീരുമാനം അനുസരിച്ച് ജീവിക്കുന്നവനാണ് മുസ്ലിം. അല്ല പിന്നെ മുസ്ലിം അല്ല, ഓനവിന് എന്തുവാ? അള്ളാഹുവിന്റെ തീരുമാനം അംഗീകരിക്കണം. ഫലാ വറബ്ബിക ലാ യുമിനൂന ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. മുഅ്മിനാകണോ റബ്ബിനെ തന്നെയാണ് സത്യമോ നബിയെ. തങ്ങളൊരു തീരുമാനം പറഞ്ഞാൽ അത് അംഗീകരിച്ചോളണം. അത് അംഗീകരിക്കാത്തവൻ റബ്ബിനെ തന്നെ സത്യം മുഅ്മിനല്ല. അപ്പോൾ പിന്നെ പുരുഷന്മാർ എനിക്ക് സ്വർണ്ണാഭരണം ധരിക്കണമെന്ന് ആഗ്രഹിക്കരുത്, അതിനുവേണ്ടി ചിന്തിക്കരുത്, അതുമായി മുന്നോട്ട് പോകരുത്. അത് സ്ത്രീകൾക്ക് റബ്ബ് കൊടുത്തൊരു ആനുകൂല്യമാണ്. അപ്പം എന്തായിപ്പോ പേരോട് പറഞ്ഞത്? യഥാർത്ഥ ഇസ്ലാം പേരോട് പറഞ്ഞത് മുഴുവൻ എന്നൊന്നും ഞാൻ പറയില്ല. ഈ പറഞ്ഞത് അത് കൃത്യമാണ്. ഇസ്ലാമിൽ സ്ത്രീകൾക്ക് സ്വർണവും പട്ടും ധരിക്കാം. ഈ സ്വർണവും പട്ടും ധരിച്ചിട്ട് അത് കാണിക്കാൻ പറ്റുമോ കാണിക്കാൻ പറ്റില്ല, അതൊക്കെ മറ്റൊരു കാര്യമാണ്. അവിടേക്കൊന്നും നമ്മളിപ്പോൾ പോകണില്ല. സ്വർണവും പട്ടും ധരിക്കാം. പുരുഷന്മാർക്ക് അത് ധരിക്കൽ ഹറാമാണ്. അത് പേരോട് പറഞ്ഞു. അങ്ങനെയെങ്കിൽ പേരോടിനെ അംഗീകരിക്കുന്നവരെങ്കിലും പാങ്ങിൽ അഹമ്മദ് കുട്ടിനെ തള്ളണ്ടേ? ഞാൻ നേരത്തെ പറഞ്ഞേ, പാച്ച നുണ എഴുതിയേക്കണ, കള്ളക്കഥ മാത്രം എഴുതിയേക്കണമെന്ന് പറഞ്ഞപ്പോൾ അപ്പം ചില ആളുകൾക്കൊക്കെ ചിലപ്പോൾ വിഷമം തോന്നിയിട്ടുണ്ടാവും. ഈ ചെങ്ങായി എന്താ ഈ പറയണത്? പച്ചർച്ചി തിന്നുക അല്ലേ? അങ്ങനെയാണെങ്കിൽ പേരോടും ഞാനും പച്ചർച്ചി തിന്നു. അല്ലെങ്കിൽ പേരോടും ഞാനും സത്യം പറഞ്ഞു. പുരുഷന്മാർക്ക് സ്വർണവും അതുപോലെ തന്നെ പട്ടും ധരിക്കാൻ പാടില്ല എന്ന് റസൂലുള്ള പറഞ്ഞുകൊണ്ടു വെച്ചെങ്കിൽ അതാണ് ദീന്. അഹ്ലുസുന്ന വൽ ജമാ എന്ന് പറയുന്ന നിലപാടുണ്ടല്ലോ, ആ ഒരു വിഭാഗം ഉണ്ടല്ലോ, ഓലിലെ ആണുങ്ങൾക്ക് സ്വർണം പട്ടും ധരിക്കാൻ പാടില്ലേ. മമ്പറന്നങ്ങൾ ധരിച്ചിട്ടില്ല, ധരിച്ചു എന്ന് നുണ പറഞ്ഞാലോ അയാളെ തള്ളണം. അതിന് സമസ്ത പ്രസിഡന്റ് അല്ല, അതിൻ്റെ അപ്പുറമുള്ളവനാണെങ്കിലും. ഇത്രേ ഉള്ളൂ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളതാണെന്ന് തോന്നുന്നത്. സമസ്ത എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പുണ്യ സമസ്ത എന്നൊക്കെ പറഞ്ഞ ബഹുമാനപ്പെട്ട സമസ്ത എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ, അങ്ങനത്തെ ആൾക്കാരാണ് ഈ സാധനം കൊണ്ടു നടന്നിരുന്നത്. പിന്നെ എന്തിനാ നമ്മൾ അധികം പറയണത്? എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിലാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ അതിൻ്റെ പിന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.